അപ്പോഴേ NIA, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, CBI ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നില്ലേ? അവർക്ക് എങ്ങനെ അവിടെ ജോലി കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവർക്ക് SSCനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇടയായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ SSC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സാക്ഷരതയും കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കേരളത്തിലുള്ള ആളുകളുടെ ഒരു സ്കില്ലും വെച്ചിട്ട് ഇത്ര ആളുകളൊന്നും വന്നാൽ പോരാ, ഇത്ര ആളുകൾക്കൊന്നും കേരളത്തിൽ നിന്നും ജോലി കിട്ടിയാൽ പോരാ. എന്താ പ്രശ്നം? നമുക്ക് SSCയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതാണ്. ഈ SSC എല്ലാ വർഷവും കൃത്യമായിട്ട് ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം നടത്തുന്നുണ്ട്, +2 ലെവൽ എക്സാം നടത്തുന്നുണ്ട്, 10ാം ക്ലാസ് ലെവൽ എക്സാം നടത്തുന്നുണ്ട്. ഈ വർഷത്തെ +2 ലെവൽ എക്സാം അതിൻ്റെ ടയർ 2 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും ടയർ 2 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 2023 ഏതാണ്ട് എക്സാംസ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് എക്സാംസും കൂടെ നടക്കാനുള്ളൂ. അപ്പോൾ 2024 എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷകളുള്ള ഒരു വർഷം നമ്മളെ മുന്നിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ തുടങ്ങണം. തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. ഒരുപാട് ആളുകളെ പ്രശ്നം എന്താ? SSC എന്താണെന്ന് അറിയില്ല. അത് തൊട്ടാ പൊള്ളുവോ, തൊട്ടാ മധുരിക്കുവോ ഒന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും SSCയെക്കുറിച്ച് കൂടുതൽ അറിയണം, പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, തൊടാൻ പേടിച്ച് മാറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വീഡിയോ കാണണം. അപ്പോൾ ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവാണ്. എന്താണ് SSC CGL? ഒന്നുമില്ല. SSC നടത്തുന്ന ഡിഗ്രി ലെവൽ എക്സാമാണ് SSC CGL. എന്താ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? എല്ലാ വർഷവും കൃത്യമായി എക്സാം നടക്കും. എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ പോസ്റ്റിംഗ് കിട്ടും. ഒരു ലാഗോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. SSC നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും പ്രത്യേകത ഏതാ? പരമാവധി പെട്ടെന്ന് അവരുടെ എക്സാമിൻ്റെ എല്ലാ പ്രോസസ്സും അവസാനിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? പോസ്റ്റിങ്ങും കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ എക്സാം എഴുതി ഇതിൽ കിട്ടിയ ആൾക്കാർക്കൊക്കെ ജോലി കിട്ടി. ബാക്കി ആളുകളൊക്കെ എന്ത് ചെയ്യണം? അടുത്ത എക്സാം എഴുതിയിട്ട് ജോലിക്ക് കയറണം. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കാലം നമുക്കൊരു ഗ്യാപ്പാണ്. വളരെ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇതുപോലെ വലിയ എക്സാംസ് ഒന്നും വരാനില്ല. പക്ഷേ എന്ത് ചെയ്യാം? നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയമാണ്. പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രശ്നം എന്താ? നമുക്ക് പേടിയാണ്. SSCയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണോ? സാർ, ഞാൻ PSC പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, PSC ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ SSCയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് പേടികളുണ്ട്. ആരാ? മാത്സ് എൻ്റെ ഒരു പേടിയാണ്. ഇംഗ്ലീഷിലാണ് മുഴുവൻ എക്സാം എന്നുള്ളതൊക്കെ എൻ്റെ പേടിയാണ്. ഒക്കെ വെറുതെ ഉള്ള പേടിയാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അത്ര പോലും കഴിവില്ലാത്ത ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ SSC CGL ക്ലിയർ ചെയ്തിട്ട് നല്ല അടിപൊളി സ്റ്റൈലൻ പോസ്റ്റുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാന്നുള്ളതാണ്. അതിനു മുമ്പ് എന്ത് ചെയ്യണം? SSC CGLനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ എന്താണ് SSC CGL എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിഗ്രി ലെവലായിട്ട് SSC നടത്തുന്ന ഒരു എക്സാമാണ്. ശരി, എങ്ങനെയാണ് ഇവർ ഈ എക്സാം നടത്തുന്നത്? എല്ലാ വർഷവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. ഒന്നാമത്തത് ടയർ 1 എന്നും രണ്ടാമത്തതിന് ടയർ 2 എന്നുമാണ് പറയുന്നത്. ടയർ 1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിലിംസ് എന്നുള്ളൊരു അർത്ഥം വരും. ടയർ 2 എന്ന് പറയുമ്പോൾ മെയിൻസ് എന്ന് പറയുന്ന പോലെയാണ്. ഈ ടയർ 1 എക്സാമിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ടയർ 1 എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക? ടയർ 2 എക്സാംസ് എഴുതാൻ പറ്റുക. അതിൻ്റെ മുമ്പുള്ള കാര്യം എന്താ? നമുക്ക് ഡിഗ്രി യോഗ്യത ഉണ്ടാവണം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ ടയർ 1 എക്സാമിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ടയർ 1 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, എക്സാം നോട്ടിഫിക്കേഷൻ വരും. ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി നമ്മൾ. അതായത് ടയർ 1 സെപ്പറേറ്റ്, ടയർ 2 സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ടയർ 1 വന്നു കഴിഞ്ഞാൽ ടയർ 1 നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നമ്മൾ കാണും, നമ്മൾ അന്നേരം തന്നെ അപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എക്സാമിന് വിളിക്കും. നമുക്കൊരു എക്സാം സെൻറ്റർ ഉണ്ടാവും നമ്മളെ ജില്ലയിൽ. ആ ജില്ലയിലുള്ള എക്സാം സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതണം. അവിടെ നോക്കണേ, SSC CGL ടയർ 1 എക്സാം എന്താ പ്രത്യേകതകൾ നമുക്ക് നോക്കാമേ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതിപ്പോൾ SSCയുടെ എല്ലാ എക്സാംസും എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലാത്ത എഴുത്ത് പരീക്ഷകളൊക്കെ നിന്നല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എല്ലാ എക്സാം, ഓൺലൈൻ എക്സാംസ് ആണ് നടക്കുന്നത്. ശരി, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മളുടെ
ടയർ 1 എക്സാം അല്ലെങ്കിൽ പ്രിലിംസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. എന്താ ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർക്ക് എവിടെയും പരിഗണിക്കില്ല. ടയർ 1ന്റെ മാർക്ക് എവിടെയും പരിഗണിക്കില്ല. എന്തിനു മാത്രമേ ഉപയോഗിക്കുള്ളൂ? നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് ടയർ 2വിനുള്ള യോഗ്യതയുണ്ടോ, നിങ്ങൾക്ക് മെയിൻസ് എഴുതാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു അളവ് പോലും മാത്രമാണ് ടയർ 1. ഈ പ്രാവശ്യത്തെ ടയർ 1ന്റെ കട്ട് ഓഫ് 150 മുകളിലായിരുന്നു. കാരണം ഈ പ്രാവശ്യം ഒരുപാട് വേക്കൻസി കുറവായിരുന്നു. പക്ഷേ 2024 അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് വേക്കൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. ശരി, ക്വാളിഫയിങ് ഇൻ നേച്ചറിന് ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പോൾ കട്ട് ഓഫിനെക്കാട്ടും ഒരു 0.5 മാർക്കേ കൂടുതലുള്ളൂ. വേറെ നിങ്ങളുടെ ഒരു സുഹൃത്തിന് കട്ട് ഓഫിനെക്കാട്ടും 30 മാർക്ക് കൂടുതലുണ്ട്. എന്തെങ്കിലും ഗുണം അയാൾക്കുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് കൂടുതലാണെങ്കിലും 0.5 മാർക്ക് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ടയർ 2 എഴുതാന്നുള്ളത് മാത്രമാണ് ഈ പ്രിലിംസ് എക്സാം എന്ന് അല്ലെങ്കിൽ ടയർ 1ന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. SSC എക്സാം നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു കട്ട് ഓഫ് പറയും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം? ഈ ടയർ 2 എക്സാം എഴുതാൻ പോവാം. ശരി, ഇതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഈ എക്സാം, എന്തൊക്കെയാണ് ഈ എക്സാമിലുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ 0.5 മാർക്ക് നെഗറ്റീവാണ്. ശരിയായി കഴിഞ്ഞാൽ 2 മാർക്ക് പോസിറ്റീവാണ്. ഇപ്പോൾ ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം ഉള്ളത്. 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 2 മാർക്ക്, അങ്ങനെ 200 മാർക്കിനാണ് നമ്മളെ എക്സാം നടക്കുന്നത്. വേറൊരു കാര്യം എന്താ? 60 മിനിറ്റ് മാത്രമേ എക്സാം ഉള്ളൂ. 100 ക്വസ്റ്റ്യൻ എഴുതാൻ 60 മിനിറ്റ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ആണ് ടയർ 1നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ തുടക്കത്തിൽ തോന്നും. പ്രിപ്പറേഷൻ്റെ തുടക്കത്തിലുള്ള സമയത്ത് അങ്ങനെ തോന്നുമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമിനെയൊക്കെ പിടിച്ച് കെട്ടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് എന്തൊക്കെയാണ് എക്സാം എന്നുള്ളത്. എക്സാമിന് 4 സെറ്റായിട്ടാണ് ചോദിക്കുക. അതായത് 4 സെഷൻസ് ഉണ്ടാവും. നമ്മൾ 1 മണിക്കൂർ എക്സാമിന് തന്നെ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തത് നല്ല ഓർഡർ മാറി മാറി വരാം. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ്ങിൻ്റെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 50 മാർക്കിനാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എല്ലാം കൂടെ ഈ ഒരു 60 മിനിറ്റിനുള്ളിൽ വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയോ രണ്ടാമത്തെ ആൾ ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റിക് GK മുതൽ കറണ്ട് അഫയേഴ്സ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ജനറൽ അവയർനെസ്സിലാണ് വരുന്നത്. കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. എക്കണോമിക്സ് അടക്കം അതിനകത്തുണ്ട് കേട്ടോ. എന്ന് വെച്ച് അതൊന്നും നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല. ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ഓൾറെഡി നല്ലപോലെ പഠിച്ച് വൃത്തിയായിട്ട് വെക്കുക. ബാക്കി എക്സ്ട്രാ വരുന്നത് എന്ത് ചെയ്യുക? എക്സാമിനോട് അടുത്ത് വരുന്തോറും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ഉദ്യോഗാർത്ഥികളും ജോലി കിട്ടിപ്പോയത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും ആരും തുടങ്ങുന്നില്ല. ഓക്കെ, ശരി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. മാത്സ് ആണെന്ന് പറഞ്ഞിട്ട് പേടിച്ച് SSCയിലേക്ക് വരാത്ത 100 കണക്കിന് ആൾക്കാരെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അതുകൊണ്ട് പറയാണ്, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റാവുന്ന ആളേ ഉള്ളൂ മാത്സ് ഒക്കെ. പിന്നെ ആരാ? ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും ഇതേപോലെ തന്നെയാണ്. പേടി കൊണ്ട് ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. എടാ, നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും കുറച്ച് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, കുറച്ച് വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ 2024 വരെയല്ലേ നമുക്ക് സമയമുള്ളത്. 2024 കൊണ്ടൊക്കെ കൂളായിട്ട് ഈ ഇംഗ്ലീഷ് നമുക്ക് പിടിച്ചെടുക്കാമെന്നേ, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ ഒരു ടോട്ടൽ 25 100 ക്വസ്റ്റ്യൻ നമ്മൾ 60 മിനിറ്റിൽ ചെയ്യണം. പ്രാക്ടീസാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റ് എക്സാമുകൾ എഴുതുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാണാപ്പാഠം പഠിക്കാനുണ്ടാവും. അവിടെ എക്സാമിന് ടൈം ഒരു പ്രശ്നമായിരിക്കില്ല. ഇവിടെ പക്ഷേ നേരെ തിരിച്ചാൽ നമുക്ക് കാണാപ്പാഠം പഠിക്കാനുള്ള സാധനങ്ങളുടെ അളവ് കുറവാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം ഒരു കാര്യം പഠിച്ചിട്ട് അത് ചെയ്യാൻ 1 മിനിറ്റ് വേണ്ടി വരും. രണ്ടാമത് ചെയ്യുമ്പം 58 സെക്കൻഡ് മതിയാവും. അങ്ങനെ ചെയ്ത് നമ്മളൊരു 30 സെക്കൻഡിലൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ 60 മിനിറ്റും പിന്നെ കുറച്ച് സമയം ബാക്കിയും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു 3, 4, 5, 6 മാസം കഴിയുമ്പോഴേക്കും, അതായത് 2024 തുടക്കം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെ നമ്മൾ ടയർ 1നെ കുറിച്ചുള്ള ഏതാണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ
ഈ ടയർ 1 നിങ്ങൾ ക്വാളിഫൈ ആയി, അതായത് ഈ പറഞ്ഞ 25 വെച്ചുള്ള 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതി നിങ്ങൾ ടയർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. ആ പേരുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, SSCGLന്റെ ടയർ 2 എക്സാം എഴുതാൻ പോവാം. ടയർ 2 എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. ടയർ 2 എക്സാം ഒരു എക്സാം അല്ല. ടയർ 2 എക്സാം കോമൺ ആയിട്ട് ഒരു എക്സാം ഉണ്ട്, പക്ഷെ 3 ഫേസസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നോക്കിക്കോ, പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതേണ്ട ഒരു എക്സാം ആണ്. അതായത് ടയർ 1 ക്വാളിഫൈ ആയ മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യണം, പേപ്പർ 1 എഴുതിയിരിക്കണം. പേപ്പർ 1 ആണ് നമ്മൾ പൊതുവെ മെയിൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ. ആ പേപ്പറാണ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവേണ്ടത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ടയർ 1 നല്ല മാർക്കോട് കൂടെ ക്വാളിഫൈ ആവുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഒരു ഗുണമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണെങ്കിലും അവർക്ക് ഒരു ഗുണമുള്ളത്, അവർക്ക് പേപ്പർ 3ഉം പേപ്പർ 2ഉം എഴുതാൻ പറ്റും. പേപ്പർ 2 എന്താ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്സാമാണ്. അതിലുള്ളൊരു കാര്യം, നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അതായത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം. നമ്മളുടെ ഡിഗ്രിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ എക്സാമും കൂടെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടയർ 1 കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ, ഈ ഒരു എക്സാമിനുള്ള കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അതുപോലെ തന്നെ മൂന്നാമതൊരു പേപ്പർ ഉണ്ടല്ലോ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ AAO, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ. ഈ 2 AAO പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് ഈ പറയുന്നത് പോലെ സെപ്പറേറ്റ് ഒരു ലിസ്റ്റാണ് വരിക. നമ്മൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടാവും. എപ്പോൾ ഒരു ഹൈ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ, ഇവർ പറയുന്ന കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമും കൂടി എഴുതാം. പക്ഷേ മെയിനായിട്ട് എല്ലാവരും എഴുതുന്ന എക്സാം ഏതാണ്, പേപ്പർ 1 ആണ്. പേപ്പർ 1 ആണ് നമ്മളെ ജോലിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനീ പറഞ്ഞ NIA, ഇൻകം ടാക്സ്, കസ്റ്റംസ് പോലുള്ള ജോലികളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ, ഈ പേപ്പർ 1 എന്ന് പറയുന്ന എക്സാമാണ്. അപ്പം നമുക്കിനി ആ എക്സാമിനെ കുറിച്ചൊന്ന് നോക്കാം. ഇതാ പേപ്പർ, ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറയുകയാണ്. പേപ്പർ 1 2.5 മണിക്കൂർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ട്. 2 ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുക. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പിന്നെ പേപ്പർ 2 ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറിന്റെ എക്സാം ഉണ്ട്, അത് 2 മണിക്കൂറാണ്. അതുപോലെ തന്നെ പേപ്പർ 3 AAOന്റെ എക്സാം 2 മണിക്കൂറാണ്. ഇത് 3 ദിവസങ്ങളാണ് നടക്കുക. അപ്പോൾ നമ്മളെ ബാധിക്കുന്ന ആളാരാണ്, പ്രധാനമായിട്ടും ഇയാളാണ്. പേപ്പർ 1 ആണ് നമ്മളെ ബാധിക്കുന്ന ഒരാൾ. ശരി, അയാളെ പറ്റി നമുക്കൊന്ന് നോക്കാം. SSCGL ടയർ 1ന്റെ പേപ്പർ 1. പേപ്പർ 1 എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രാവിലെ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെ എക്സാം ഉണ്ടാവും. ഒരു ഉച്ച കഴിയുന്നത് വരെ എക്സാം എന്തായാലും നടക്കും. അവിടെ ഒന്നാമത്തെ സെഷനിൽ, അതായത് രാവിലത്തെ സെഷനിൽ നമുക്ക് ഒരു പേപ്പർ ഉണ്ടാവുക, ഒരു എക്സാം നടക്കുക. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. അതിൽ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ എക്സാം എഴുതാൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ആദ്യം സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടൊരു ടാബ് തുറന്നിരിക്കുക. ആ ടാബിൽ എന്തുണ്ടാവും, നമുക്ക് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 ക്വസ്റ്റ്യൻസിൽ 30 മാത്സ് ഉണ്ടാവും, 30 റീസണിങ് ഉണ്ടാവും. റീസണിങ്ങിനെ നമ്മൾ ജനറൽ ഇന്റലിജൻസ് എന്നാണ് പറയുക. ലോജിക്കൽ റീസണിങ്ങിനെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നാണ് പറയുക. അതിൻ്റെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് കഴിയുമ്പോൾ അന്നേരം അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതിന് 1 മണിക്കൂറാണ് കേട്ടോ ഉള്ളത്. 60 ക്വസ്റ്റ്യനും കൃത്യം 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവും. ഓക്കെ, ഇനി സെക്ഷൻ 2. സെക്ഷൻ 2ൽ എന്താ ഉള്ളത്, ഇംഗ്ലീഷ് ഉണ്ട് 45 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ജനറൽ അവയർനെസ് പറഞ്ഞാൽ നമ്മളെ GK, നമ്മൾ ടയർ 1 പഠിച്ച പോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GK ഇവിടെ ചോദിക്കും. ഓക്കെ, അപ്പോൾ GK ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷിന് ഇവിടെ 45 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി, നമ്മളുടെ സെഷൻ 1ൽ, അതായത് രാവിലത്തെ സെഷനിൽ അല്ലെങ്കിൽ ടയർ 2ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാലോ, ഇവിടെ സെഷൻ 1 അല്ല കേട്ടോ, സെഷൻ 2 ആണ്. ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ സെഷൻ 2 ഉണ്ട്. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ടാണ് സെഷൻ 2 നടക്കുക. അതിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയാമോ, കമ്പ്യൂട്ടർ നോളജ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചുള്ള ഒരു സെറ്റ് എക്സാം ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യനിൽ വെച്ചുള്ള എക്സാമാണ് കമ്പ്യൂട്ടർ നോളജിൻ്റെ ടെസ്റ്റ്. അത് 20 മിനിറ്റ് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, ഒരുപാട് ഡെപ്തിലൊന്നും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടർ നോളജ് ആണ്.
പിന്നെ അതുപോലെ അത് കഴിഞ്ഞാൽ എന്തുണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുത്തുന്ന ഒരാളാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം നമ്മൾ ടയർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ദിവസം 1-2 മണിക്കൂർ വെച്ചിട്ട് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യണം. ഒരു മാസത്തേക്ക് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച മതി. 2 ആഴ്ചയൊക്കെ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഈ പറയുന്ന 2000 വേർഡ്സ് 15 മിനിറ്റിൽ, 2000 ഇംപ്രഷൻസ് ആണ്, 2000 ഇംപ്രഷൻസ് 15 മിനിറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. എളുപ്പമാണ്. ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, എന്നാലും ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാർക്കാണ് ഈ ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നും കിട്ടാതെ പോകുന്നത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞു വന്നത്. ഒരിക്കലും നിങ്ങളെ തളർത്താൻ വേണ്ടി പറയണതല്ല, പോസിറ്റീവായിട്ട് എടുക്കണം ഈ കാര്യങ്ങളൊക്കെ. കാരണം ഇതിനൊന്നും സീരിയസ് ആയിട്ട് കാണാത്ത ആൾക്കാർക്ക് ജോലി കിട്ടില്ല. നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മളിതൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യും. ഒരു ദിവസം 1 മണിക്കൂറൊക്കെ എടുത്ത് ടൈപ്പിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. ടൈപ്പിംഗ് പഠിക്കാൻ നിങ്ങൾ എവിടെയും പോകുന്നു വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കീബോർഡും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് 1 മണിക്കൂർ ചിലവാക്കി ടൈപ്പിംഗ് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് കാര്യമാണ്. ശരി, അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ഇനി ഈ എക്സാംസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ടയർ 2 എക്സാം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ 1 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞത് 30 ക്വസ്റ്റ്യൻ, മാർക്ക് 90 മാർക്കാണ്. നമ്മൾ നേരത്തെ ടയർ 1-ന് 1 മാർക്ക് ശരിയായ 2 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ ശരിയായ 2 മാർക്കല്ലേ കിട്ടിയിരുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശരിയായാലേ 3 മാർക്ക് നമുക്ക് കിട്ടും. 30 ക്വസ്റ്റ്യൻ ശരിയായ 90 മാർക്ക് കിട്ടും. പക്ഷെ നെഗറ്റീവ് ആയാൽ 1 മാർക്ക് കുറയുക. -1 ആണ് ഇവിടെ. അവിടെ -0.5 ആണെങ്കിൽ ഇവിടെ -1 ആണ്. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും 30 മാർക്ക് വെച്ചിട്ട് 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 90 മാർക്ക്. ഇംഗ്ലീഷിനാണെങ്കിൽ 45 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മാർക്കായിരിക്കും? 135 മാർക്കാണ്. GK-ക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്, 75 മാർക്കാണുള്ളത്. ടൈം ശ്രദ്ധിക്കണം. മാത്സിനും റീസണിങ്ങിനും കൂടെ 1 മണിക്കൂർ. നിങ്ങൾക്ക് ഈ 60 ക്വസ്റ്റ്യനിൽ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാം. 60 മണിക്കൂർ സമയമാണുള്ളത്. പിന്നെയോ ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനും കൂടെ 1 മണിക്കൂർ. അപ്പം ഈ 2 സാധനങ്ങളാണ് നമുക്ക് 2 മണിക്കൂറിലുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ നോളജിന് ഒരു 15 മിനിറ്റ് ഉണ്ട്. പിന്നെ ഡാറ്റ എൻട്രി ടെസ്റ്റ്, നമ്മളെ ടൈപ്പിംഗ് ടെസ്റ്റിന് ഒരു 15 മിനിറ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ 2 ടെസ്റ്റുമാണ് നടക്കുക. ഇത് രണ്ടും എങ്ങനെയാ? ക്വാളിഫയിങ് ആണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഡാറ്റ എൻട്രി ടെസ്റ്റും അവർ പറയുന്ന ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. ഹയർ ലെവൽ ഒരുപാട് മാർക്കൊന്നും വാങ്ങിച്ച് നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ മുകളിൽ പറഞ്ഞ ഈ രാവിലത്തെ സെഷനിൽ എല്ലാം പരമാവധി നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പോസ്റ്റ് നമുക്ക് തന്നെ കിട്ടും. വേറെ ആർക്കും കിട്ടാതെ ആദ്യം തന്നെ നമുക്ക് കിട്ടും. അതിനെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ശരി, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമിന് 100 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. 200 മാർക്കാണ്. 2 മണിക്കൂറാണ്. പിന്നെ ജനറൽ സ്റ്റഡീസ് നമ്മൾ പേപ്പർ 3, അതായത് AAOനെ പറ്റി പറഞ്ഞ പേപ്പറിൽ നമ്മൾ ഫിനാൻസ് എക്കണോമിക്സ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അതിന് 100 ക്വസ്റ്റ്യൻ ആണ്, 200 മാർക്കാണ്, 2 മണിക്കൂറാണുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ടയർ 2 മാർക്കിനും അനുസരിച്ചിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ എല്ലാവരും എഴുതുന്ന എക്സാം. ശരി, ഇനി പോസ്റ്റുകളാണ്. എന്തൊക്കെ പോസ്റ്റുകളാണെന്ന് ആളുകൾക്ക് ഇതുവരെ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ആളുകൾ ഇതുവരെ ചിന്തിക്കാത്ത, അവരതിനെപ്പറ്റി അന്വേഷിക്കാത്ത ഒരു ഏരിയയാണ് SSC കൊടുക്കുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന്. നമ്മൾ സിനിമയിലൊക്കെ മാത്രം CBE കണ്ടിട്ടിരിക്കും. എന്നിട്ടോ നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെ, നമ്മളുടെ സുഹൃത്തുക്കളെയൊക്കെ അതിനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്തൂടെ, അവരെ അതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തൂടെ? അതിനെന്ത് വേണം? ഈ SSCനെ കുറിച്ച് എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് എത്തണം. സത്യം പറഞ്ഞാലേ ഈ കേരളത്തിലുള്ള ആളുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും പുറത്ത് ആളുകൾക്കില്ല. അവർക്ക് പക്ഷേ SSCനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ നല്ല അടിപൊളി പോസ്റ്റിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയാതെ മാറി പോവുകയാണ്. ഈയിടെയായിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളുടെ SSC എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇത് പോരാ. കേരളത്തിൽ നിന്ന് ഇത്ര ആളുകൾ പോരാ. നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപാട് മലയാളികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മോഡൽ മാറണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താ? പോസ്റ്റുകളെ കുറിച്ചാണ്. ആദ്യത്തെ പോസ്റ്റ് ആരാ? AAO, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. വലിയ പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. AAO എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റാണ്, ഗസറ്റഡ് പോസ്റ്റാണ്. പിന്നെ നമ്മൾ അസിസ്റ്റൻസ് അക്കൗണ്ട് ഓഫീസറും പറഞ്ഞു. നമ്മൾ ആ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന എക്സാം ഇല്ലേ, പേപ്പർ 3, പേപ്പർ 3ൽ കിട്ടുന്നതാണ് ഈ 2 പോസ്റ്റുകൾ. പിന്നെയോ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്. പിന്നെ ഓരോ അസിസ്റ്റന്റ് ഓഫീസർ. നമ്മളെ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ജില്ലാ കളക്ടർക്ക് വരുന്ന IAS എക്സാം, അതായത് UPSC എക്സാം ആണ് ഗ്രൂപ്പ് A പോസ്റ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള എല്ലാ പോസ്റ്റും ഗ്രൂപ്പ് B ആണ്.
അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റ് ഒക്കെ ആരാ എടുക്കുന്നത്? SSC CGL ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള പോസ്റ്റുകളുണ്ട്. ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് കേട്ടിട്ടില്ലേ? എക്സൈസ് ഇൻസ്പെക്ടർ, സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഇൻസ്പെക്ടർ ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അത് എടുക്കുന്നത് ഈ ഒരു എക്സാം വഴിയാണ്. പിന്നെയോ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, പിന്നെയോ സബ് ഇൻസ്പെക്ടർ, എവിടെയാ? CBIയിലെ സബ് ഇൻസ്പെക്ടർ, പിന്നെയോ NIA ഇല്ലേ? NIA നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ എന്താ ഉള്ളത്? ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, പിന്നെ ഇന്റലിജൻസ് ബ്യൂറോ, പിന്നെയോ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട വേറെ ഏതാ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്, ഓഡിറ്റർ ഉണ്ട്, ഓഡിറ്റർ, അക്കൗണ്ടന്റ് ഉണ്ട്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട്. ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ വരുമ്പോഴേക്ക് ഗ്രൂപ്പ് സി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറും. ഗ്രൂപ്പ് ബി ആണ് ഞാൻ പറഞ്ഞ ഒരു എലൈറ്റ് എന്ന് പറയുന്ന നമുക്ക് പറയാൻ പറ്റിയ പോസ്റ്റുകൾ, നല്ല അടിപൊളിയായിട്ടുള്ള പോസ്റ്റുകൾ. ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോൾ തൊട്ട് താഴത്തെ ലെവലിലുള്ള പോസ്റ്റുകളാണ്. നമ്മളൊരു ഓഫീസർ എന്നുള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള നിലക്കുള്ള പോസ്റ്റാണ് ഗ്രൂപ്പ് സി പോസ്റ്റ് ഒക്കെ വരുന്നത്. ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ ആ ഒരു ലെവലിൽ വരുന്ന പോസ്റ്റാണ്. പിന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വരുന്നത് ഗ്രൂപ്പ് സി ലെവലിലാണ്. ഇനിയാണ് ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? നല്ല അടിപൊളി സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കേ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് PSCക്കോ കിട്ടുന്നതിനെക്കാട്ടും ഒരുപാട് കൂടുതൽ സാലറിയാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്. ഒരു SSCൻ്റെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് CGL തന്നെ വേണമെന്നൊന്നുമില്ല. ഏതായാലും SSCൻ്റെ ഏത് പോസ്റ്റ് ആയാലും നമുക്ക് നല്ല അടിപൊളി സാലറിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സാലറി ഒന്ന് നോക്കാം. സാലറി നോക്കുന്നതിന് മുമ്പേ ഇവിടെ നോക്കിയേ, പേ ലെവൽ 8, പേ ലെവൽ 7, പേ ലെവൽ 6 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഈ പേ ലെവൽ 6ഉം 7ഉം ഒക്കെ എന്താ? ഇത് ഓരോ ലെവൽ ഓഫ് സാലറിയാണ്. അപ്പോൾ ഈ പേ ലെവൽ 8ഉം 7ഉം 6ഉം ഒക്കെ ആർക്കുള്ളതാ? അതൊക്കെ മിക്കവാറും ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയിരിക്കും. ഗ്രൂപ്പ് ബി പോസ്റ്റിലുള്ള ആൾക്കാർക്കാണ് 8ഉം 7ഉം 6ഉം ഒക്കെ കിട്ടുക. അതിൽ ഏറ്റവും ടോപ്പ് പോസ്റ്റിന് പേ ലെവൽ 8 കിട്ടും. പിന്നെയോ ചെറിയ ചെറിയ പോസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതോറും പേ ലെവൽ 7ഓ 6ഓ ഒക്കെ ആയി മാറും. പിന്നെ പേ ലെവൽ 5, 4 എന്നൊക്കെ പറയുമ്പോൾ ആരാ? ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്കുള്ളതാണ്. നോക്കണേ, പേ ലെവൽ 8 നമുക്കൊന്ന് നോക്കാം. എത്രയാ? സ്റ്റാർട്ടിങ് 47,600 അതായത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 47,600. ഇതേ നിങ്ങൾക്ക് വെറുതെ 47,600 തരികയല്ല, അത് ബേസിക് പേ ആ. ബേസിക് പേ അല്ലാതെ നിങ്ങൾക്ക് ഇനിയും വേറെയും കാര്യങ്ങളുണ്ട്. ബേസിക് പേൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് അലവൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സിറ്റി ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്, എക്സ് കാറ്റഗറി സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാലറീൻ്റെ കൂടെ വലിയൊരു എമൗണ്ട് വേറെ കിട്ടും. പിന്നെ വൈ കാറ്റഗറി സിറ്റി ഉണ്ട്, സെഡ് കാറ്റഗറി സിറ്റി ഉണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ വേറെ കിട്ടും. അങ്ങനെ ഒരുപാട്. നമ്മളെ സാലറി 47,600 എന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ഏറ്റവും മിനിമം നിങ്ങൾക്ക് കിട്ടുക ഇതാണ്. ഇതിൽ കൂടുതലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പേ ലെവൽ 8 47,600 മുതൽ 1,51,100 വരെയാണ്. ബേസിക് പേ ലെവലിനെ പറ്റി മാത്രമാണ് പറയുന്നത് കേട്ടോ. നമ്മളുടെ അലവൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്താതെ തന്നെ നമുക്ക് 47,000 മുകളിലുള്ളൊരു സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നുണ്ട്. പിന്നെ പേ ലെവൽ 7 നോക്കിക്കോ, 44,900. 44,900 ആണ് നമുക്ക് പേ ലെവൽ 7ൽ കിട്ടുന്നത്. അതും ബേസിക് പേ തന്നെയാണ്. അതിൻ്റെ കൂടെ അലവൻസും കൂടുമ്പോൾ എന്തായാലും അതിൽ ഒരുപാട് കൂടുതൽ പോകും. പേ ലെവൽ 6 നമുക്ക് 35,400 തുടങ്ങുന്നത്. നമ്മളെ ബേസിക് പേ തുടങ്ങുന്നത് 35,400. എവിടെ അവസാനിക്കുന്നത്? 1,12,400. നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു നമ്മളുടെ സാലറി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെയോ പേ ലെവൽ 5 വരുമ്പോൾ 29,200 ടു 92,300 വരെയായിട്ട് അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ പേ ലെവൽ 4 വരുമ്പോൾ 25,500 ടു 81,100 എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളെ സാലറി ഇൻക്രീസ് ആയി പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇത് എക്സ്പീരിയൻസിനനുസരിച്ചാണ് കേട്ടോ നമ്മളുടെ സാലറി കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അലവൻസുകളുണ്ട്, നമുക്ക് ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട്. ഓക്കെ, ഇനി പേ ലെവൽ 4ന്റെ താഴേക്കും ഉണ്ട് കേട്ടോ. പേ ലെവൽ 3ഉം 2ഉം ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതാ? CHSL. അതായത് CHSL എന്ന് പറഞ്ഞാൽ SSC CHSL എന്ന് പറഞ്ഞാൽ എന്താ? +2 ലെവൽ എക്സാം ആണ്. അപ്പോൾ +2 ലെവൽ എക്സാമിന് പേ ലെവൽ 5, 4, 3 എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്കാണ് ഉണ്ടാവുക. പിന്നെ MTS ലെവൽ എക്സാം ഉണ്ട്. MTS എന്ന് പറഞ്ഞാൽ 10th ലെവൽ മെട്രിക്കുലേഷൻ ലെവൽ എക്സാം ആണ്. അപ്പോൾ ആ എക്സാമിന് പേ ലെവൽ 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് നമുക്ക് എന്ത് കിട്ടുക? സാലറി കിട്ടാൻ പോകുന്നത്. അപ്പോൾ സാലറിനെ കുറിച്ചുള്ള ഏതാണ്ട് ഐഡിയ കിട്ടിയല്ലോ. ഇതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇത് ബേസിക് പേ മാത്രമാണ്. ബേസിക് പേ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ, നമ്മളെ ഡിഗ്രി ലെവലിൽ ബേസിക് പേ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുക എന്നുള്ളത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ ഒരു ജോലി അന്വേഷിക്കുമ്പോൾ ആദ്യത്തെ
നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാ? നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഒരു സമാധാനമായിട്ട് ജീവിക്കാനും കൃത്യമായിട്ടുള്ള സർവീസ് നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മളെ രാജ്യത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിൽ ഇഷ്ടമുള്ള സാലറി നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യുക, അത് എയിം ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. ഓക്കെ ആണല്ലോ? ശരി, ഇനിയാണ് നമ്മൾ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഒരുപാട് നമ്മളെ സ്റ്റേറ്റ് എക്സാമുകളൊക്കെ വെച്ച് നോക്കുമ്പം ഏജ് ലിമിറ്റ് കുറച്ച് കുറവാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ 35-36 ലെവലിലേക്കൊന്നും പോവില്ല, നമുക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും, കുറച്ച് കുറവായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കോമ്പറ്റീഷനിൽ ഒരു കുറവുണ്ടാകും. പക്ഷേ ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം. നോക്കേ, ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെ നമുക്ക് SSC CGLന്റെ 19 പോസ്റ്റിന് നിങ്ങൾ യോഗ്യതയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കപ്പോൾ 18-നും 27-നും ഇടയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ 19 പോസ്റ്റും നിങ്ങൾക്ക് കിട്ടാൻ, നിങ്ങൾക്ക് നിങ്ങളെ മാർക്കൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ 19 പോസ്റ്റിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെയോ 18 to 30 ഉണ്ടെങ്കിൽ 30 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 19 പ്ലസ് ഈ 30 പോസ്റ്റ് സെപ്പറേറ്റ് ഉണ്ട്. ഈ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് 27 കഴിഞ്ഞ് 30 ആവാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു 30 പോസ്റ്റിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നേരെ നമ്മൾ CGL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ 30 പോസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 30 ഏതെങ്കിലും ഒരു പോസ്റ്റാണ് കിട്ടുക. പിന്നെയോ 18 to 32 ഇയേഴ്സ്, നിങ്ങളുടെ വയസ്സ് 32 ഇയേഴ്സ് ആണെങ്കിൽ JSO എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ആ ഒരു പോസ്റ്റാണ് 32 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പോസ്റ്റ്. പിന്നെയോ ഏജ് റിലാക്സേഷൻ, നമ്മൾ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. കാറ്റഗറിക്കുള്ള ഏജ് റിലാക്സേഷൻ എന്തൊക്കെയാണ്? OBCക്ക് 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്, SCക്ക് 5 വർഷമാണുള്ളത്. ST ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല, STയും 5 വർഷം തന്നെ. SC ST 5 വർഷമാണ് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളത്. അതായത് ഇപ്പോൾ 27 വയസ്സല്ലേ ഈ 19 പോസ്റ്റിനുള്ളത്. OBC ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 30 വയസ്സ് വരെ ഇത് എഴുതാം. OBC ആയിട്ടുള്ള ആൾക്ക് ഈ ഒരു 30 പോസ്റ്റിന് വേണ്ടിയിട്ട് 33 വയസ്സ് വരെ എഴുതാം. OBC ആയിട്ടുള്ള ആൾക്ക് ഈ ഒരു പോസ്റ്റിന് 35 വയസ്സ് വരെ എഴുതാം. അപ്പോൾ SC ST ആകുമ്പോഴോ ഇവിടെ ഒരു 5 വെച്ച് കൂട്ടിയാൽ മതി. അത്രയും റിലാക്സേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു റിലാക്സേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. SSC CGL എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എക്സാംസ് വെച്ചിട്ടുള്ള, വളരെ കുറച്ച് സിലബസ് വെച്ചിട്ടുള്ള ഒരു എക്സാമാണ്. അതായത് ഒരുപാടൊന്നും പഠിക്കാനില്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനുള്ള ഒരു എക്സാം തന്നെയാണ് SSC CGL എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് മാറി നിൽക്കുക എന്നുള്ളൊരു പരിപാടി ഒഴിവാക്കുക. ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കുക. നല്ല മധുരമുള്ളൊരു സിലബസാണ് ഇതിനുള്ളത്. നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ ഇവിടെ ദിശയിൽ ഒരുപാട് ഫാക്കൽറ്റി ഉണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ബുദ്ധിമുട്ടുള്ളത് ആ സബ്ജക്റ്റുകളെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആക്കി എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഫാക്കൽറ്റി നമ്മളെ ദിശ അക്കാദമിയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ എന്നും വന്ന് പറയുന്നതാണ്, ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ലൈവായിട്ടും നമുക്ക് മെൻറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല, അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഇപ്പം നിലവിലില്ല എന്നാണെങ്കിലോ, നമ്മളെ യൂട്യൂബ് ഇല്ലടാ. യൂട്യൂബിൽ നമ്മൾ എല്ലാ ദിവസവും വന്ന് കാണുന്നതല്ലേ. അപ്പോൾ യൂട്യൂബിൽ എത്ര വീഡിയോകളാണ് ഇടുന്നത്, ആ വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങണം. 2024 SSC CGL വേണ്ടിയിട്ട്, അതുപോലെ തന്നെ 2024 മിഷൻ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ 24 CGL CHSL വേണ്ടിയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ആ വീഡിയോ ആരും കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടാവുന്നില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോസ് ഇടുന്നത്. കൃത്യമായിട്ട് കാണണം. കൃത്യമായിട്ട് കണ്ടിട്ട് നല്ല അടിപൊളി പോസ്റ്റിലേക്ക് 2024 നിങ്ങൾ എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, ആ ഒരു സമയത്ത്, അങ്ങനെ എത്തുന്ന സമയത്ത് ദിശ അക്കാദമിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, എന്താണ്? ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ 2023 കഴിയാനായിട്ടുണ്ട്. 2024 നിങ്ങളെ വർഷമാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. നിങ്ങൾ എഴുതി വെക്കുക. 2024 സെൻട്രൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെൻട്രൽ ലെവൽ പോസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കേന്ദ്ര സർവീസിൽ ഒരു അടിപൊളി പോസ്റ്റിൽ ഞാൻ എത്തുന്നു. ബന്ധുക്കളോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞേക്കുക, എന്നിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. കൃത്യമായിട്ട് പഠിക്കണം, വീഡിയോസൊക്കെ എടുത്തു വെച്ച് കാണണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.